പറക്കാനെനിക്കറിയാ എൻ മനസ്തുതിയാ ഇതെനിക്കറിയാ. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശ്രീനാഥ് ഭാസിയാണ്. പാടുക മാത്രമല്ല, ഇൻഫാക്ട് ഈ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നതും ശ്രീനാഥ് ഭാസി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും വേറൊരാളുടെ മ്യൂസിക്കിൽ ശ്രീനാഥ് ഭാസി വരികൾ എഴുതി പാടുന്നത്. ഇതുവരെയുള്ളതെല്ലാം ഓൺ കമ്പോസിഷൻസ് ആയിരുന്നു. സോ ബിഫോർ വി ലോഞ്ച്, യെസ് സംതിങ് ഫ്രം ദ ടീം, പ്ലീസ് റിക്വസ്റ്റിംഗ് യു ടു ജോയിൻ us here on stage. താങ്ക് യു സോ മച്ച്. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും സ്റ്റൈലിഷ് ആയിട്ട് ആസിഫിക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം എന്താണ് ഈ ഒരു മ്യൂസിക് ലോഞ്ചിൻ്റെ വേദിയിൽ പറയാനായിട്ടുള്ളത്? ഒന്നുമില്ല, എല്ലാവർക്കും നന്ദി. ഏറ്റവും വലിയ വിശേഷം സലാം ബുഖാരി സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷം അത് തന്നെയാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള ഒരാളാണ്. പാടാൻ പറ്റുമെന്ന്, ഐ ഗോട്ട് ദ ഇൻഫർമേഷൻ. ഇതൊരു സർപ്രൈസ് സോങ് ആണ്. സോ ഇപ്പം നമ്മൾ പാടുന്നതല്ല, ബട്ട് ഐ വോണ്ട് യു ഹിയർ. സ്റ്റേജിൽ തന്നെ നിൽക്കണം. വിൽ ഡെഫിനറ്റ്ലി ബി ഡൂയിങ് ദി ഒഫീഷ്യൽ ലോഞ്ച്. ഈ ഒരു ലോഞ്ചിന്റെ ഭാഗമാവുന്നതിന് വേണ്ടി മറ്റൊരു വ്യക്തിയെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദ വെരി വെരി ബ്യൂട്ടിഫുൾ ആക്ട്രസ് നീന കുറുപ്പ്. നല്ലൊരു കൈയടി നൽകി തന്നെ നീന മാമിനെ നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്. ആൻഡ് ഞാനിങ്ങനെ അറിഞ്ഞു ഇന്നത്തെ ഈ ഒരു ദിവസം മാമിന് എക്സ്ട്രാ സ്പെഷ്യൽ ആണല്ലേ. ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഇല്ല ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നീന മാമിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു ഉഗ്രൻ കൈയടി നൽകി നമുക്ക് എല്ലാവർക്കും വിഷ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ ടു യു മാം. താങ്ക് യു ഗോപി ചേട്ടാ, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സലാം ഭായ്. എന്നോട് എഴുതാനും പറഞ്ഞു ഈ പാട്ട്. അപ്പോൾ അത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചധികം മിസ്റ്റേക്സ് ഉണ്ട്, അത് ക്ഷമിക്കണം എന്ന് പറയാണ്. ബട്ട് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഭയങ്കര ഐ എൻജോയ്ഡ് മേക്കിംഗ് ഇറ്റ്. ഒരു രക്ഷയില്ലായിരുന്നു. സോ താങ്ക് യു ഗോപി ചേട്ടാ. താങ്ക് യു. എന്താ പാടണോ? ആണോ? എന്നെ കൂടി തിരിച്ചായിരുന്നു സലാം ബുഖാരി. അതാണ് ആദ്യത്തെ, എനിക്ക് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ആദ്യത്തെ വാക്ക്. പറക്കാനെനിക്കറിയാ എൻ മനസ്തുതിയാ ഇതെനിക്കറിയാ, കുറക്കാനെനിക്കറിയാ. വെറുതെ ഒരു കേക്കട്ടെ, ഞാൻ പാടി നശിപ്പിക്കണല്ലോ. So I hope you guys enjoy it. അത് കേൾക്കുമ്പോൾ. So I'll leave you to it. Thank you for the opportunity. ഒരുപാട് വർഷങ്ങളുള്ളതാണ്. കാരണം ഞങ്ങളൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു അടുപ്പമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുന്നതും അതിൻ്റെ വിജയവും വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പോലെ ഞാനും ആഗ്രഹിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം എന്നെ വിളിച്ചതിലും സലാമിൻ്റെ ഈ ഫംഗ്ഷനിൽ വരാൻ പറ്റിയതിലും. ഓൾ ദ വെരി ബെസ്റ്റ് ടു പ്രൊഡ്യൂസേഴ്സ് എല്ലാവർക്കും, മാത്യു, എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, സിദ്ദിഖ നമസ്കാരം, എല്ലാവർക്കും നല്ല ആശംസകൾ. താങ്ക് യു. ഇനി ജോജു ചേട്ടാ മൈക്ക് സോഹൻ സാറിന് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോഹൻ സാറും ഇതേപോലെ സലാം സാറിൻ്റെ അടുത്തൊരു ഫ്രണ്ടാണ്. സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ജോജു പറഞ്ഞ പോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സിനിമയിൽ സലാം. അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ഇതിൻ്റെ നിർമ്മാതാവും നടന്മാരും ബാസിയും ഒക്കെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ സിനിമ ഏറ്റവും നല്ല ഒരു വിജയമാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉസ്താദ് ഹോട്ടലിൽ നടക്കുന്ന സമയത്താണ് ഞാൻ സലാമക്കാനെ കാണുന്നത്. അന്ന് അൻവർക്കാടത്തേക്ക് ചെല്ലാൻ ഭയങ്കര ഇപ്പോഴും പേടിയാണ്. ആ സമയത്തല്ല എന്നെ വളരെ കംഫർട്ടാക്കി കൂടെ നിർത്തിയ മനുഷ്യനാണ് സലാമക്ക. ഒത്തിരി നന്ദിയുണ്ട് സലാമക്ക. എല്ലാ അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ഉസ്താദ് ഹോട്ടലിലേക്ക് മോളിൽ കയറുന്നൊരു ഹിറ്റാവട്ടെ. താങ്ക് യു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ക്ഷണിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ ഈ സിനിമയുടെ ഭാഗമായി അങ്ങനെ കുറച്ചധികം ദിവസം അല്ലെ ഒരു വർഷത്തെ ടൈം സ്പാനിൽ ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ വന്നും പോയി അതിൻ്റെ ഇടയിൽ വേറെ സിനിമകളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും വീണ്ടും ഉടുമ്പൻചോല ഫാമിലിയിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ സിനിമ തീരുമ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്, അതിലുപരി ചാരിതാർത്ഥ്യമുണ്ട്. ഈ സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും
സഹകരണം ഇനിയും മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ചെറിയൊരു വേഷം നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റിൽ മീനിൽ അയച്ചിട്ടായിരുന്നു എൻ്റെ ഒരു സോങ്, അതിനകത്ത് അഭിനയിക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമിക്ക, റിയാസ് ഭായ്, പ്രൊഡ്യൂസേഴ്സ്, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപിച്ചേട്ടനാണ് എൻ്റെ മ്യൂസിക്. അപ്പോൾ അതിന് എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഒരു സിനിമ വലിയ രീതിയിൽ, നല്ല രീതിയിൽ, കാരണം എൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്ത ക്രൂവിൻ്റെ എഫർട്ട് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ വലിയൊരു വിജയമാവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഓൾ സോ മച്ച്. ഇതൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദ്യ സിനിമയായ രക്ഷാധികാരി ബൈജു, രഞ്ജൻ പ്രമോദ് സാറിൻ്റെ സിനിമയിൽ ബിജു മേനോജാറിൻ്റെ കൂടെ ഒരു കഥാപാത്രമായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഞാൻ LLB സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ നടന്നത്. അപ്പോൾ അതിനിടയിൽ കുറേ സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് അൻവർ റഷീദ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു സിനിമ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു കൊച്ചു വേഷം വന്നിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 ഫിലിം മേക്കേഴ്സ് ആ സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അമ്പൂക്കയും അമൽ സാറും. അപ്പോൾ അവിടെ വെച്ച് ഒരു ദിവസം ഞാനിങ്ങനെ സലാംക്ക അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പോൾ സലാംക്ക പറഞ്ഞു, നിൻ്റെ സിനിമ അവർ കണ്ടിട്ടുണ്ട്, നിന്നെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ആ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ SH കോളേജിൽ ആ ഒരു സ്റ്റേഴ്സിൽ ഇങ്ങനെ ഇവർ മൊത്തം ഇറങ്ങി വരാം. നമ്മളിങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു അവെഞ്ചേഴ്സ് സിനിമയിലെ എല്ലാ സൂപ്പർ ഹീറോസ് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന പോലെ അമൽ സാറും അൻവർ റഷീദ് സാറും അതിൻ്റെ ക്യാമറാമാനും കോസ്റ്റ്യൂമും മേക്കപ്പ് എല്ലാവരും ഇറങ്ങി വന്ന് നമുക്ക് ആദ്യം പറഞ്ഞത് ഒരു അപ്രിസിയേഷനാണ്. ലൈക്ക് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ, നല്ല രസമുള്ളൊരു സിനിമയായിരുന്നു, നന്നായിട്ട് നീ അതിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക്